ഏവർക്കും അരിത്മെറ്റിക് സീക്വൻസിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പൊതുരൂപം ജനറൽ ടേം അല്ലെ എണ്ണാമ്പതൊക്കെ കാണാൻ പഠിച്ചു. പദങ്ങളുടെ എണ്ണം കാണാൻ പഠിച്ചു അല്ലെ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് പദങ്ങളുടെ തുകയാണ്. ആദ്യത്തെ n പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. നോക്കാം, 10, 15, 20 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്രയാണ്? ഈ രണ്ടെണ്ണം കൂട്ടി എത്ര കിട്ടുക? ആദ്യത്തെ 2 പദങ്ങളുടെ തുക 10ഉം 15ഉം കൂട്ടി എത്ര കിട്ടുക? 25. ഇതിനെ ആദ്യത്തെ 2 പദങ്ങളുടെ തുക S2 എന്ന് സൂചിപ്പിക്കും. S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ 3 ആളുകൾ കൂട്ടുക, രണ്ടും കൂട്ടിയപ്പോ എത്രയായി? 25. ഇത് കൂടി കൂട്ടുമ്പോ 48 അല്ലെ. S30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S30, സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുക. ഒരു സീക്വൻസ് തന്നാൽ അതിലെ പദങ്ങളുടെ തുക, എത്ര പദങ്ങൾ കൂട്ടണം എന്നുള്ളതൊക്കെയാണ് പറയും. എത്ര പദങ്ങളുടെ തുക എത്ര എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, തുക കാണാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുക, S30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുക, S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുക. സോ Sn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇതൊക്കെ ആദ്യത്തെ n പദങ്ങളുടെ തുക. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d, അല്ലെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് x, അല്ലെങ്കിൽ d/2 n² പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n, അല്ലെങ്കിൽ an ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn. ഇതൊക്കെ തുക കാണുന്ന ഇക്വേഷൻ. ഏത് ഇക്വേഷനിൽ കൊടുത്തു കണ്ടാലും ഒരേ ആൻസർ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 11, 15, 19 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 11, 15, 19 എക്സെട്ര. മനസ്സിലായോ? ആദ്യത്തെ 2 എണ്ണം കൂട്ടുക, ആദ്യത്തെ 3 എണ്ണം കൂട്ടുക, ആദ്യത്തെ 4 എണ്ണം, ആദ്യത്തെ 20 എണ്ണം കൂട്ടിയാൽ എത്രയാണ്? ഈ സീക്വൻസ് അങ്ങനെ എഴുതിയാൽ 20 സംഖ്യ എഴുതിയാൽ മതി, എന്നിട്ട് കൂട്ടിയാൽ മതി, കിട്ടും അല്ലെ. പക്ഷെ അത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 4 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഏതിലും അപ്ലൈ ചെയ്യാൻ നിൽക്കാൻ നമ്മൾ ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നത്. 4 ഇക്വേഷൻ ചെയ്താൽ ഒരേ ആൻസർ ആയി. 20 പദങ്ങളുടെ തുക. എത്ര പദങ്ങളുടെ തുക? 20 ആണ്. എത്ര എണ്ണം കൂട്ടണം? ഇപ്പോ 11, 15, 19 എക്സെട്ര ഇതിന്റെ തുക എത്രയും ചോദിക്കാൻ പറ്റില്ല. കാരണം എത്ര ഇതിങ്ങനെ പോവല്ലേ, പോയിക്കൊണ്ടിരിക്കണം. എത്ര പദങ്ങൾ കൂട്ടണം, അതിന് ലിമിറ്റ് വേണം, ബൗണ്ടറി, അതിർത്തി വേണം. എത്ര എണ്ണം കൂട്ടണം, ഇത് അങ്ങനെ പോവാ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഇതിലുണ്ടാവുക. ഇതിന്റെ ഒരു അറ്റം ഉണ്ടാവും, എത്ര എണ്ണം കൂട്ടണം, അല്ലെങ്കിൽ ഇവിടെ ലാസ്റ്റ് സംഖ്യ തന്നെ ഇത് കൂട്ടിയാൽ എത്ര എന്നുള്ളത്. അപ്പൊ ഇതിൽ ആദ്യത്തെ 20 പദങ്ങളുടെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് കാണുന്നത്. എത്ര പദങ്ങളാണ്? 20 പദങ്ങൾ. സോ n കിട്ടി. n ഈക്വൽ ടു 20 ആണ്. എണ്ണം 20. ഏതിലാണെങ്കിലും എണ്ണം വേണം. ഏത് ഇക്വേഷനിലാണെങ്കിലും n ഉണ്ട്, n കാണാം. ഓക്കെ, n ഉണ്ട്. ഇനി f ഇവിടെ ഉണ്ടല്ലോ. f എന്ന് പറഞ്ഞാൽ f ഉം x1 ഒക്കെ സെയിം അല്ലേ? 11 ആദ്യ പദം. n d കാണാം അല്ലെ. d എത്രയാണ്? പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് 4 അല്ലേ കൂടുന്നത് അല്ലെ. അപ്പൊ ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും വരും. നമുക്ക് ഉണ്ടാവും സം ഓഫ് ഫസ്റ്റ് n ടേംസ്, സം ടു ഫസ്റ്റ് n. n/2 എത്രയാ? Sn എന്ന് പറഞ്ഞാൽ S20, n by 20, ഇവിടെ 20, ഇവിടെ 20, ഇവിടെ 20 എടുക്കുക. n കാണുന്നിടത്തൊക്കെ 20, f ന്റെ അവിടെ 11 എടുക്കുക, d ന്റെ അവിടെ 4. സോ S20. S20 ആണ് ആദ്യത്തെ 20 പദങ്ങളുടെ തുക. S എന്ന സം ആണ് തുക. n/2 എത്രയാ? 20/2. 2f, 2 into f ന്റെ വില അല്ലേ. n-1 into d അല്ലേ. n-1 എന്ന് പറഞ്ഞാൽ 20-1 into d പറയുമ്പോ into 4. ഓക്കെ, 20/2 കറക്റ്റ് 10 ആണ് അറിയാം. ഇത് കുറിച്ചാല് 22. എത്ര എഴുതാ? 21 19 into 4 അല്ലേ, ഈക്വൽ ടു 10 into 22 ആണെന്ന് പറഞ്ഞത്. അത് രണ്ടും കൂട്ടാൻ നിൽക്കണ്ട. ഇതോടെ ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 19 into 4
10 4 40, 4 9 36, 40 36 76 ഈക്വൽ 10 ഇൻറ്റു കണക്കട്ടെ 76 22 98ലെ 9 8 6 2 8 7 2 1 98 ഇൻറ്റു 10 10 കൊണ്ട് സുഖ 98 98 ഒരു 0 കൊടുക്കാം 980. അതായത് ഈ സീക്വൻസിലെ ആദ്യത്തെ 20 സംഖ്യകൾ കൂട്ടിയാൽ 980 ആണ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു ഇക്വേഷൻ വെച്ച് ചെയ്തു. ആൻസർ ഓർമ്മ 980. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 980 കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്തു. ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 റെഡിയാണ്, n റെഡിയാണ്. ഇവിടെ എഫ് ഡി എന്ന് പറഞ്ഞ എക്സ് എൻ ഉണ്ട് അല്ലെ, മറ്റേ വ്യത്യസ്തം. അപ്പൊ എക്സ് എൻ ആദ്യം കണ്ടു. എക്സ് എൻ എന്ന് പറഞ്ഞ എന്താ? nth ടേം. n 20 എടുത്തോക്ക. x 20. എക്സ് എന്ന് പറഞ്ഞാൽ x 20 ആണ്. 20ാമത്തെ പദം. ഇത് 20 പദങ്ങൾ കൂട്ടണ്ടേ? 20 പദങ്ങൾ കൂടെ 20ാമത്തെ ആ അറ്റത്ത് ലാസ്റ്റുള്ള സംഖ്യ കണ്ടുപിടിക്കണം. അത് എക്സ് എൻ ചെയ്തിട്ട് ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി ചെയ്തിട്ട് 20ാമത്തെ പദം കണ്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എക്സ് 20 എങ്ങനെയാണോ എക്സ് എൻ കാണണം ഇവിടെ. ഓക്കെ, ഇത് റെഡിയാണ്, n റെഡിയാണ്. ഇനി ഇതുണ്ടെങ്കിൽ തുക കാണാൻ പറ്റുള്ളൂ, സമ്പ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എക്സ് 20 ഇങ്ങനെ ഇക്വേഷൻ പല ഇക്വേഷൻ x1 പ്ലസ് 19 19 x1 ന് പകരം 11 പ്ലസ് 19 ഇൻറ്റു ഡി എത്ര 4 അല്ലെ. 11 പ്ലസ് അതുപോലെ ഇത് കുറിച്ചാൽ 40 36 76 ഇത് കൂട്ടിയാൽ 7 87. ഈ 87 എന്താണ്? nth ടേം 20ാമത്തെ ലാസ്റ്റത്തെ പദം. ആ 87 വരെയുള്ള സംഖ്യ കൂട്ടിയിട്ടില്ല, അതാണ് കൂട്ടാൻ. സോ S20 ഈക്വൽ ടു ഇതേ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസറിനെ വരുന്നത് നോക്കാം. n/2 അതായത് 20/2 x1 പ്ലസ് x ആദ്യത്തത് പ്ലസ് x എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് x1 പ്ലസ് x എത്രയാണ്? 87. ഇതിന് 10 ഇല്ല. 7 3 8 8 1 9 കേട്ടാ. 98 × 10 എത്ര ഇട്ടാ? 98 0 ഫിറ്റ് ചെയ്താൽ എത്ര ഇട്ടാ? 980. വേറെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ആൻസർ ആണ്. ഓക്കെ, ഇതാണ് അടുത്ത ഇക്വേഷൻ. സമ്മതാണ് ഇത് വെച്ചത്. ഡി റെഡിയാണ്, n റെഡിയാണ്, എഫ് ഒക്കെ റെഡി. d/2 ഡി എത്രയാണ്? 4. അപ്പൊ 4/2 ഇൻറ്റു n സ്ക്വയർ +20 ആണ്. n സ്ക്വയർ ആകുമ്പോൾ n സ്ക്വയർ 20ന്റെ സ്ക്വയർ അല്ലെ, പ്ലസ് ഇനി ബ്രാക്കറ്റ് ആണ് എഫ് മൈനസ് എഫ് എത്ര 11 മൈനസ് ഈ d/2 ഇവിടെ കൊടുക്കുക. എത്ര d? ഇത് d/2 ഇതാണ് d/2 എഫ് മൈനസ് d/2 ഇൻറ്റു n ആണ്. അപ്പൊ ഇൻറ്റു 4/2 എത്രയാണ്? 2. 20ന്റെ സ്ക്വയർ എത്ര? 400 അല്ലെ, പ്ലസ് ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ 11 മൈനസ് ഈ 4/2 എത്ര? 2 ഇൻറ്റു 20 ഈക്വൽ ഇത് കുടിക്കാം. 400 2 ഗുണിച്ചാൽ 800 പ്ലസ് ഇത് ബ്രാക്കറ്റ് കുറച്ചൊക്കെ 11 2 കുറച്ചാ 9 9 ഇൻറ്റു 20 അല്ലെ, 9 ഇൻറ്റു 20 ഈക്വൽ ടു 800. അതുപോലെ 2 9 ഗുണിച്ചാൽ 18. അപ്പൊ 2 20 9 ഗുണിച്ചാൽ 18 0 കൊടുത്താൽ മതി. 800 150 കൂടി എത്ര? 800 100 കൂടി 900 അല്ലെ, 900 കണ്ടാ. സെയിം മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോഴും ഇതൊരു ഇക്വേഷൻ കൂടി. അടുത്ത ഇക്വേഷൻ Sn ഈക്വൽ ടു an ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് b. എന്നുകളേ ഉള്ളൂ, പിന്നെ എയും ബിയും പരിചയം. an പ്ലസ് b എന്നതാണ് ശരിക്ക് ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം. ഈ ഷേപ്പിലാണ് അല്ലെ, ഓർമ്മല്ലേ? 3n പ്ലസ് 5 8n മൈനസ് 4 an പ്ലസ് ബി. an എന്നതിന്റെ കൂടെ വരുന്ന സാധാരണ കോമൺ ഡിഫറൻസ് ആണ്. ആ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസത്തെയാണ് നമ്മൾ a എന്ന് പറയുന്നത്. ഇവിടെ a എന്ന് പറഞ്ഞാല് പൊതു വ്യത്യാസമാണ്. a എന്ന് പറഞ്ഞാൽ d ആണ്. എത്രയാണ് a? 4. അപ്പൊ a എന്ന് പറഞ്ഞാൽ 4 ആണ്. പിന്നെ എങ്ങനെ b കാണും? എയും ബിയും കൂട്ടിയാൽ ഫസ്റ്റ് ടേം a പ്ലസ് ബി. ഇതാണ് ഫസ്റ്റ് ടേം. a പ്ലസ് ബി ആണ്. എയും ബിയും കൂട്ടിയ 11. എയും ബിയും കൂട്ടിയ a എത്രയാണ്? 4 അല്ലേ. 4ക്ക് എത്ര കൂട്ടിയാൽ ബി 11 ആകുക? 4ക്ക് എത്ര കൂട്ടിയാൽ 11 ആകുക? 4 പ്ലസ് ബി ഈക്വൽ ടു 11. therefore b equal to 11 minus 4. എത്ര ഇട്ടാ? അതായത് എയും ബിയും കൂട്ടിയത് കിട്ടും. a 4 ആണ്. അപ്പൊ ബി എത്ര? 11ക്ക് ബാക്കി 4ക്ക്
7. അപ്പൊ ബി സം 7 ആണ്. ഇവിടെ കൊടുത്താൽ മതി. എ ഇൻറ്റു S20 ആണ്. എ ഇൻറ്റു പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഡി ആണ്. കോമൺ ഡിഫറൻസ് കേട്ടോ. എ ഇൻറ്റു പറഞ്ഞാൽ എത്ര ഇതാ 4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 20 ഇൻറ്റു n പ്ലസ് 1 ഒന്ന് കൂട്ടും 21 ബൈ 2 പ്ലസ് ബി എൻ ബി എത്ര 7 ഇൻറ്റു 20 രണ്ട് വട്ടം കേട്ടോ 10 4 10 മുറിച്ചാൽ 40 ഇൻറ്റു 21 പ്ലസ് 2 7 14 അപ്പൊ 2 20 ഇൻറ്റു 7 150 ഇത് ഗുണിക്കാം 840 പ്ലസ് 140 40 40 80 100 80 100 800 980 4 ഇക്വേഷൻ വെച്ച് ചെയ്താലും ഒരേ ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 76 73 70 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ത്? കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി അഗ്രിഗേറ്റ് സീക്വൻസ് 76 73 70 എക്സെട്ര. 4 ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. തൽക്കാലം നമ്മൾ ഇത് ഈ ഇക്വേഷൻ വെച്ച് Sn equal to n/2 x1 plus xn ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, x1 വേണം n വേണം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? f അതായത് x1 അറിയാം എത്രയാണ് 76. d മസ്റ്റ് ആണ്. d എത്രയാ? കോമൺ ഡിഫറൻസ് 76 73 ആയി കുറഞ്ഞേക്കാണ് 3 കുറഞ്ഞു 3 അല്ല കോമൺ ഡിഫറൻസ് 3 അല്ല പിന്നെയോ -3. എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാൻ വ്യത്യാസം? രണ്ടാമത്തെ 73 മൈനസ് 76 ഇങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം. വലുതിന് ചെറുത് വർക്കാം വലുതിന്റെ സൈൻ 76 73 വർഷം ബാക്കി 3 ആണ്. വലുതിന്റെ സൈൻ കൊടുക്കണം, വലുതിന്റെ സൈൻ നെഗറ്റീവ് ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് കാണുമ്പോൾ എപ്പോഴും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ, ഡി കിട്ടി. n റെഡിയാണ്. എത്ര പദങ്ങൾ തുക? 15 പദങ്ങൾ തുക ആണ് അല്ലെ? ഇനി x n ആദ്യം കാണാം. x എന്ന് പറഞ്ഞാൽ ശരി എത്രയാണ്? x 15 ആണ്. എന്നിന് 15 കൊടുക്കാം. ഇതിന്റെ 15 പദങ്ങൾ തുക 15ാമത്തെ പദം ലാസ്റ്റത്തെ പദത്തിന് എടുക്കാം. x n എങ്ങനെയാണ്? x1 പ്ലസ് 14d അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് d ചെയ്തിട്ട് n വാല്യൂ x1 പ്ലസ് 14d x1 ന് പകരം 76 പ്ലസ് 14d 14 ഇൻറ്റു മൈനസ് 3 76 എഴുതാം. ഇത് ഗുണിക്കണം. ഒരു പ്ലസ് ഒരു മൈനസ് ആയതുകൊണ്ട് ആൻസർ മൈനസിലെ വരാം. 14 ഇൻറ്റു 3 10 3 മുറിച്ചാൽ 30 4 3 12 30 12 42 മൈനസ് 42 6 2 പോയാൽ 4 7 4 പോയാൽ 70. 15ാമത്തെ പദം കിട്ടി. എത്രയാണ്? 15th ടേം 34. ഇത് കുറഞ്ഞ് ഇങ്ങനെ വന്ന് 34 പറഞ്ഞു വെക്കും. അത്രയും പദങ്ങൾ കൂടും. ഓക്കെ, സോ Sn ഈക്വൽ ടു S എത്ര? എങ്ങനെ 15 n/2 എന്ന് പറഞ്ഞാൽ 15 അല്ലേ? x1 പ്ലസ് xn എത്ര? x1 76 പ്ലസ് xn ലാസ്റ്റ് ആള് 34. 15ന്റെ പകുതി 14ന്റെ പകുതി നമുക്ക് 7 കൊടുക്കും. 18ന്റെ പകുതി ആണെങ്കിൽ നമുക്ക് 9. 16ന്റെ പകുതിയാണ് 8 കൊടുക്കും. 20ന്റെ പകുതിയാണ് 10. ഇത് 15ന്റെ പകുതിയാ 7.5 കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഒറ്റ സംഖ്യ അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഇൻറ്റു ഇത് കൂട്ടിക്കോ. 6 4 10 പോയി 7 3 10 1 110. ഇത് വെട്ടിയാൽ മതി. വെട്ടുക 2 കൊണ്ട് വെട്ടുക. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ പകുതി വിട്ടാ 110ന്റെ പകുതി 55. ഇല്ലെങ്കിൽ വേണ്ട 2 കൊണ്ട് വെട്ടില്ലെങ്കിൽ 11ൽ എത്ര? 5 2 10 5 ഉണ്ട് അല്ലെ? ബാക്കി ഒന്നില്ലേ? ആ 1 0 10 10ൽ എത്ര? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരെ പകുതി കിട്ടാം. 2ന്റെ പകുതി 1 ഇതിന്റെ പകുതി 55. എത്ര 15 ഇൻറ്റു 55 15 55 കൂടി 15 55 5 5 25 1 5 5 2 7 5 25 5 1 5 2 7 5 അക്ക 5 മെയ് 12 കണ്ടിട്ടും 1 7 3 825. ഇതിലെ ആദ്യത്തെ 15 പദങ്ങൾ കൂട്ടി എത്ര കിട്ടും? മറ്റ് 3 ഇക്വേഷൻ വെച്ച് ചെയ്താലും ഇതാണ്. അങ്ങനെ ചെയ്ത് നോക്കണ്ട, ഏതെങ്കിലും ഒന്നില് കുറച്ച്. ഓക്കെ, തൽക്കാലം ഈ ഇക്വേഷൻ വെച്ച് ചെയ്യും. ഓക്കെ, അടുത്ത ദിവസം 28 33 38 എക്സെട്ര 93 ഇവയുടെ തുക എത്ര? കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി സീക്വൻസ് 28 33 38 എക്സെട്ര 92.
എത്ര പദങ്ങൾ കൂട്ടുക എന്നിവിടെ 15 പദങ്ങളിലോ 20 പദങ്ങളിലോ 33 പദങ്ങളുടെ തുക കാണുക എന്നില്ല. പകരം ഇവിടുന്ന് എവിടം വരെ അതിന്റെ അറ്റം തന്നിട്ടുണ്ട്. മതി. അറ്റം തന്നാൽ നമുക്ക് എവിടെ വരെ കൂടുന്നത് മനസ്സിലാവും. ഇനി ഇതിന്റെ അറ്റം തന്നിട്ടില്ല എങ്കിൽ എക്സെട്ര ആണെങ്കിൽ തുക എത്രയും ചോദിക്കില്ല. തുക എത്രയും ചോദിക്കണമെങ്കിൽ എത്ര പദങ്ങൾ കൂട്ടണം അതിനൊരു എണ്ണം തരണം. എന്ന് തരും 15 അല്ലെങ്കിൽ 20. കണ്ടില്ലേ? അർത്ഥം ചെയ്താൽ മതി. ഇതിന്റെ എത്ര പദങ്ങൾ കൂട്ടുക 15, 20, 16, 24, 30 തന്നിട്ടില്ല. തരേണ്ട ആവശ്യമില്ല. ഇതിന് ഇവിടം വരെ അതിന് അതിർത്തി ഉണ്ട്, അറ്റമുണ്ട്. ഇത്ര പദങ്ങൾ കൂട്ടണം. അപ്പൊ ഇത് എത്ര എന്നുള്ളത് കാണണം. ഇതിന്റെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടേം തരില്ല. ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ അവിടെ എണ്ണം തരണം. എണ്ണം മസ്റ്റ്. ഇവിടെ പിന്നെ എണ്ണം തരേണ്ട ആവശ്യമില്ല. എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. What is the equation to find the number of terms? പദം കൊണ്ട് എണ്ണങ്ങൾ ഇക്വേഷൻ എന്താ? n equal to xn minus x1 by d plus 1 അല്ലെ? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അങ്ങനെ ചെയ്താൽ നമുക്ക് എണ്ണം കിട്ടും. എണ്ണം ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് കാണാൻ പറ്റുള്ളൂ? തുക കാണാൻ പറ്റും. ആ 4 ഇക്വേഷനും എണ്ണും. ഓക്കെ, അപ്പൊ എണ്ണം മസ്റ്റ്. ഇവിടെ എണ്ണം തരില്ല, എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ടേം അറിയില്ലെങ്കിൽ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് ടേം അറിയില്ലെങ്കിലോ എണ്ണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഓക്കെ, ഇതിന്റെ സമ്മ് ആണ് നമ്മൾ ഇക്വേഷൻ എടുക്കാം. s is equal to n/2 x1 plus x. n അറിയില്ല, എണ്ണം x1 റെഡിയാണ്. x എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്താ? ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 28 ആദ്യത്തെ ആണ്. xn അവസാനത്തെ ആണ്. ഓക്കെ, ലാസ്റ്റ്. പിന്നെ d കണ്ടുവെച്ച നമുക്ക് ആവശ്യമില്ല. d ഈക്വൽ ടു എത്ര വ്യത്യാസം? 5 വീതം കൂടെ. d ഈക്വൽ ടു 5 ആണ്. ഇത് റെഡി n കാണാം. x1 xn റെഡിയാണ്. n ആണ് നമുക്ക് കാണാം. n ആണ് കണ്ടുപിടിക്കുക. എന്നുള്ള ഇക്വേഷൻ എന്താ? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1 അല്ലേ? അവസാനത്തിന് അത് കൊടുത്താൽ xn മൈനസ് x1 93 മൈനസ് 28 ബൈ d എത്രയാണ്? d എത്രയാണ് വരുന്നത്? 5 അല്ലേ? d 5 പ്ലസ് 1 93 28 കൊടുക്കാം. 13 8 പോലെ 5 ബാക്കി 8. 8ന്ന് 2 പോലെ 6. 65/5 പ്ലസ് 65/5 ആണ് 13 പ്ലസ് 1 14. എണ്ണം കിട്ടി 14. പിന്നെ ഇതിൽ കൊടുത്താൽ മതി അല്ലേ? തുകയാണ് Sn എന്ന് പറഞ്ഞാൽ എത്ര? n എത്രയാ? 14. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ 14 പദങ്ങളുണ്ട് അല്ലെ? S14 ഈക്വൽ ടു n/2 അപ്പൊ 14 x1 പ്ലസ് x ആദ്യത്തെ പ്ലസ് അവസാനത്തെ. ആദ്യത്തെ എത്രയാണ്? 28 പ്ലസ് അവസാനത്തോ 93. 14ന്റെ പകുതി കറക്റ്റ് ചെയ്യാം. 13ന്റെ പകുതി ആണെങ്കിൽ 6 കൊടുക്കുക, അല്ലെങ്കിൽ 13/2 വെട്ടിച്ചതാണ്. ഇതിന് 7 കൊടുക്കും. 28 കൂട്ടുക. 8ഉം 3ഉം കൂട്ടിയ 11 ഇഷ്ടം 1. ആ 1ഉം 9ഉം 10ഉം 2ഉം 12. 121 ഗുണിക്കാം. 7 1 7 7 2 14 4 ഇഷ്ടം 1. 7ഉം 1ഉം 7 1 കൂട്ടി 8 847. ഇവിടുന്ന് ഇവിടെ വരെ കൂട്ടിയാൽ 847 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 15 പ്ലസ് 16 പ്ലസ് 18 പ്ലസ് 19 പ്ലസ് എക്സെട്ര പ്ലസ് 37. ഇതിന്റെ വില എത്രയാണ്? By the value of 15 plus 16.5 plus 18 plus 19.5 plus etc plus 37.5. അതിന്റെ വാല്യൂ കാണും. ഇതിന്റെ വില എത്രയാണ്? തുക കാണുക എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇത് കോമ ഇട്ട് തരികയാണെങ്കിൽ 15, 16, 18, 19, എക്സെട്ര 37 ആണെങ്കിൽ അവയുടെ തുക എത്രയാണ് ചോദിക്കുക. ഇവിടെ തുക എന്നുള്ള വേർഡ് പദം പറയേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ചിഹ്നം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്ലസ് 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 ഇതൊക്കെ പ്ലസ് ചെയ്താൽ വില എത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ തുക എത്രയാണ്. കോമട്ട് തരികയാണെങ്കിൽ തുക അല്ലെങ്കിൽ സം എന്നുള്ള വേർഡ് അവിടെ ഉണ്ടാവും. ഇത് തുക എത്ര ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം തുക എന്നുള്ളതിന്റെ ചിഹ്നമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വില കാണുന്ന തുക കാണാൻ തന്നെയാണ്. ഇത് കോമട്ടതാണെന്ന് കരുതിക്കോ. 15, 16, 18 എക്സെട്ര 37 കോമയാണ് കരുതിയാൽ മതി. കൂട്ടുകാർ ഇതിൽ ആദ്യം എത്രയാണ്? x1 എത്രയാണ്? 15 അല്ലെ? കോമൺ ഡിഫറൻസ് എത്ര കൂട്ടുക? 15, 16 എത്ര കൂടി? ഒന്നുമല്ല, ഒന്നല്ല അല്ലെ? ഒന്നല്ലേ? അപ്പൊ d 1.5 അല്ലെങ്കിൽ 1/2 1/2 കൂടെ xn അവസാനത്തെ ആളോ 37. ഓക്കെ, ഇതാണ് നമ്മൾ തുകയുടെ സൂത്രം. ഇത് വെച്ചാൽ ചെയ്യുന്നത്
37 ലാസ്റ്റ് ടേം, ഇത് ഫസ്റ്റ് ടേം. നമ്മൾ ആദ്യം തുക കാണെങ്കിൽ ഏത് വേണം? n കാണും. ഓക്കെ, n is equal to xn minus xn. എത്ര xn? ഇതല്ലേ xn മൈനസ് x1 15 ബൈ d. എത്ര d? 1 പ്ലസ് 1 അല്ലേ, ഈക്വൽ ടു 37 15 22 കേട്ടോ. 22 15 കൂട്ടിയത് ബൈ 1 പ്ലസ് 1 സമം. ഇനി ഇത് ചെയ്യാം. 22നെ 1 പോയിന്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇൻറ്റു 10 ചെയ്താൽ മതി. രണ്ട് ഭാഗത്തും ഇൻറ്റു 10 ചെയ്യാം. ഇതിന് ഇൻറ്റു 10 ചെയ്താൽ 22 ഇൻറ്റു 10 225 വരാം. ബൈ 1.10 വെച്ചാൽ 15 പോയിന്റ് പോകും. പിന്നെ പ്ലസ് 1 കേട്ടോ. 225 15 ഹരിച്ചാൽ 225 എത്ര 15 നോക്കിയാൽ ആൻസർ 15. പിന്നെ പ്ലസ് 1. സോ ലാസ്റ്റ് ആൻസർ ഇസ് 16. 16. ഇതിൽ 16 പദങ്ങളുണ്ട്. എന്ത് നോക്കിയാൽ അങ്ങനെ എണ്ണം കിട്ടും. ഇനി തുക കാണും. n/2 എത്രയാണ്? 16 16 ഈക്വൽ n/2 പറയുമ്പോ 16/2 x1 പ്ലസ് xn. എത്ര x1? x1 പ്ലസ് xn 37. ഇതിനെ കറക്റ്റ് എടുത്ത് 14 പോലെ എടുത്ത് 37 15 കൂട്ടും. 37 15 കൂട്ടുക. 15 എന്തായാലും ഉണ്ടാവും. 5 12 കണ്ടിട്ട് 1 3 3 4 3 52. 8 52 എങ്ങനെ വിളിക്കാം? പോയിന്റില്ലാതെ വിളിക്കാം. 8 525 വിളിച്ചാൽ മതി. എന്നിട്ടോ ഒരു സ്ഥാനം മാറിപ്പോയത് 8 525 വിളിക്കാം. 8 40 2 8 16 4 20 ഇഷ്ടമാണ്. 8 42 8 42 അല്ലെ 42 42 0 0 കിട്ടുക. പോയിന്റ് ഇല്ലാതെ ഞാൻ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് എത്ര ആൻസർ? 4200 അല്ല 420. ഇത് കൊണ്ട് ഇവിടെ വരെ കൂട്ടിയാൽ 420 ആണ്. നെഗറ്റീവ് പ്ലസ് മൈനസ് 35 മൈനസ് 33 മൈനസ് 31 എക്സെട്ര. ഈ സമാനശ്രേണിയുടെ ആദ്യത്തെ 17 പദങ്ങൾക്ക് കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് മൈനസ് 35 മൈനസ് 33 മൈനസ് 31 എക്സെട്ര. ഓക്കെ, 17 പദങ്ങൾ തുകയാണ് കാണുന്നത്. അപ്പൊ എണ്ണം കിട്ടി. n 17 ആണ്. എഫ് അല്ലെങ്കിൽ x1 എത്ര? മൈനസ് 35. ഡി പറയണം. എത്ര ഡി വരും? 35 33 ആയി 2 അല്ലേ? 2 ആണ്. പക്ഷെ മൈനസ് ആണ്. കുറഞ്ഞൊക്കെ കൂടിയൊക്കെ എന്നുള്ളത് പെട്ടെന്ന് പറയണ്ട. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കുറക്കണം. സെക്കൻഡ് ടേം കുറക്കണം ഫസ്റ്റ് ടേം. ശ്രദ്ധിച്ചോ, ഏത് സെക്കൻഡ് ടേം? ഇത് കുറക്കുക. ഏത് കുറക്കുക? ഫസ്റ്റ് ടേം കുറക്കുക. മൈനസ് 33 മൈനസ് 35 കുറക്കും. അങ്ങനെ മൈനസ് 33 2 മൈനസ് എന്താവും? പ്ലസ് ആവും. ഓക്കെ, മൈനസും പ്ലസും വന്നാൽ വലുതിന് ചേർത്ത് നടക്കാം. വലുതിന്റെ ചിഹ്നം പ്ലസ്. ഇതിന്റെ പൊതുവ്യത്യാസം 2 ആണ്. മൈനസ് 2 അല്ല. ഓർക്കുക, ഈ സീക്വൻസ് കൂടുകയാണ്, കുറയുകയല്ല. കണ്ടാൽ നമുക്ക് കുറഞ്ഞു തോന്നും, പക്ഷെ അത് നെഗറ്റീവ് ഫിറ്റ് ചെയ്തുകൊണ്ട് പൊതുവ്യത്യാസം പോസിറ്റീവ് ആയിട്ട് കൂടുകയാണ് സീക്വൻസ്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് 2 മൈനസ് പറയണ്ട, ചെയ്ത് നോക്കിയാൽ ഡി കിട്ടും. നമുക്ക് n റെഡിയാണ് അല്ലെ? 17. x1 റെഡിയാണ്. xn കാണും. x is equal to എങ്ങനെയാണ്? x എന്ന് പറഞ്ഞാൽ x n എത്രയാണ്? 17. x1 പ്ലസ് 16 ഡി അല്ലേ? x1 പ്ലസ് 16 ഡി. എത്ര x1? x1 എത്ര? മൈനസ് 35 പ്ലസ് 16 ഡി. 16 ഇൻറ്റു ഡി. ഡി എത്രയാണ്? 2. മൈനസ് 35 പ്ലസ് 2 16 എത്ര? 2 16 32. മൈനസ് 35 പ്ലസ് 32 എത്രയില്ല? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ വലുതിന് ചെറുത് കുറക്കുക. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ എക്സ് എന്നെ കിട്ടിയ എത്രയാണ്? മൈനസ് 3. ഇങ്ങനെ പോകുന്ന 17ാമത്തെ ആള് മൈനസ് 3 വരും. അപ്പൊ തുക കാണാം. എസ് എൻ എന്ന് പറഞ്ഞാൽ എസ് എൻ എത്രയാണ്? 17. 17 പദങ്ങൾ തുക n/2 എന്ന് പറഞ്ഞാൽ 17. x1 പ്ലസ് xn ആദ്യത്തെ ആള് പ്ലസ് അവസാനത്തെ ആള് xn എന്താ വരിക? മൈനസ് 17 പകുതി. അതവിടെ നോട്ടെ. ഇത് മൈനസ് ഇത് മൈനസ്. 2 മൈനസ് ആണ്. ഇത് കൂട്ടിയിട്ട് മൈനസ് ഉണ്ടാകും. 35 3 കൂട്ടത്തില് 35 3 കൂട്ടിയ 37 മൈനസ് കൊടുക്കാം. ഇത് ഇങ്ങനെ കൂട്ടാ. രണ്ടും വെട്ട. 2 കൊണ്ട് വെട്ടാണ് പകുതി കിട്ടും. ഇതിന്റെ പകുതി 30ന്റെ പകുതി 30ന്റെ പകുതി 15. 8ന്റെ പകുതി 4. 15 4 19. ഓക്കെ, ഒരു മൈനസ് 19. ഓക്കെ, അങ്ങനെ മൈനസ് 17 ഇൻറ്റു മൈനസ് 19
17 19 ഗുണിച്ചിട്ട് മൈനസ് കൊടുക്കുക. ഓക്കെ, 17 19 ഗുണിക്കുക, 19 × 17. ആൻസർ നെഗറ്റീവ് വരും കേട്ടോ. ഒരു പ്ലസ് ഒരു മൈനസ് ഗുണിച്ചാൽ മൈനസ്. 9 63, ഒരു 7 7 മാറും 13 അല്ലെ. 9 9, 1 3 3 9 3 12 2 ഇഷ്ടം 1 323. ഇതിന്റെ ആദ്യത്തെ 17 പദങ്ങൾ കൂട്ടി എത്ര? 323. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ പുസ്തകമായിട്ട്. ഓക്കെ.